നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇന്ദ്രന്റെ സ്വഭാവമാറ്റമാണ്. ഇന്ദ്രൻ നല്ലവനാകാൻ പോവുക. അപ്പൊ അതിനും കാരണമായി തീരുന്ന സേതുവും പല്ലവിയാണ്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇന്ദ്രന് ക്രൂരനായിരുന്നു. ചതിയും വഞ്ചനയും അതുപോലെ തന്നെ സേതുവിനും പല്ലവിനെയും ഒക്കെ ഇല്ലാതാക്കാൻ നടക്കുമായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി. ഒടുവിൽ ഇന്ദ്രനെ തന്നെ മനസ്സിലാവുന്നുണ്ട് താൻ ചെയ്തു കൂട്ടിയ പാവങ്ങൾ എന്താന്ന്. പെറ്റമ്മ തന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രന് ആ ചതിയൊക്കെ മനസ്സിലായി. അത് മാത്രമല്ല ഋതുവിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇന്ദ്രൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും. പക്ഷെ ഒടുവിൽ അവരെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒടുവില് ബീച്ചിലേക്ക് ഇന്ദ്രൻ പോയിട്ട് മദ്യപിച്ച് അവിടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്താണ് സേതുവും പല്ലവിയും അങ്ങോട്ടേക്ക് വരുന്നത്. അവരും അവിടെ ഉണ്ടായിരുന്നു. ഇന്ദ്രന്റെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സേതുവിന് നല്ല ദേഷ്യം വന്നേ. സേതു പല്ലവിയോട് പറഞ്ഞു, ബാ പല്ലവി നമുക്ക് പോകാമെന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കണം. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ വന്നു. ആടി ആടി വന്നു സേതുവിന്റെ കാലിലേക്ക് വീഴുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, എന്നെ ഇപ്പൊ ആർക്കും വേണ്ട, ഞാൻ കൊള്ളരുതാത്തവനായി. പക്ഷെ ഞാൻ ഇന്നൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പേരിൽ എന്റെ അമ്മ എന്നെ ഇറക്കി വിട്ടെന്നൊക്കെ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക. സേതുവിനും പല്ലവിക്കും കാര്യം എന്താന്ന് മനസ്സിലായില്ല. എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ പോകത്തുള്ളൂ പറഞ്ഞു. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ സേതുവും പല്ലവി അങ്ങോട്ടേക്ക് പോയി. അവരപ്പുറത്ത് മാറി എൻജോയ് ചെയ്യണം. ആ സമയത്ത് ഇന്ദ്രൻ വീണ്ടും വന്നിങ്ങനെ അവരെ കാലേ വീണു. പിന്നെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് സേതു ഒരു വ്യക്തി ദേഷ്യപ്പെട്ട് അവനെ അവിടെ കയറ്റി വിടുവാണ്. ഇതേ ഇനി നിന്നെ ഇവന്റെ കൺമുന്നിൽ കണ്ടേക്കല്ലെന്നൊക്കെ പറഞ്ഞു. ദേഷ്യത്തോടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ അവിടുന്ന് ആടി ആടി അങ്ങോട്ടേക്ക് പോവുക. ആ സമയം പല്ലവി പറഞ്ഞു, ഇവനിത് എന്തു പറ്റി? അല്ല, ഇങ്ങനെ മദ്യവെച്ച് ലക്കിട്ട് ഇങ്ങനെ നടക്കുന്ന ഇന്ന് വരെ അവനെ കണ്ടിട്ടില്ല. കാരണം ക്രൂരതകളൊക്കെ കാണിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ കോലത്തിൽ കണ്ടിട്ടില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രൻ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പൊന്നും പടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോഴിറക്കി വിട്ടിരിക്കുന്ന ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില്ല. അതും താന് മോശമായ രീതിയിൽ പാറുവിനോട് എന്തോ ചെയ്തെന്നുള്ള രീതിയിൽ. പക്ഷെ പാറുവിനെ താൻ അങ്ങനെ ഒരു കണ്ണും കൊണ്ട് കണ്ടിട്ടില്ല. മോശമായ രീതിയിൽ കണ്ടിട്ടില്ല. അവളെ രക്ഷിക്കാൻ ശ്രമിച്ചോളൂ. തന്നെ ആർക്കും വേണ്ടാന്നൊരു ചിന്തയായിരുന്നു. ഇന്ദ്രൻ അങ്ങോട്ട് നടക്കുവാണ്. അപ്പൊ അതിന്റെ കുറച്ചപ്പുറത്ത് മാറി ഒരു റെയിൽവേ പാളം ഉണ്ടായിരുന്നു. ട്രെയിൻ ഇടയ്ക്ക് എപ്പോഴും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പാളമാണ്. ഇന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ദ്രൻ പാളത്തെ കൂടെ പോകുന്നതെന്ന് പോലും ഇന്ദ്രന് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം സേതുവും പല്ലവിയൊക്കെ എന്ത് ചെയ്തു, കുറെ സമയം ബീച്ചിൽ എൻജോയ് ചെയ്തിട്ട് തിരികെ പോവാണ്. അങ്ങനെ തിരികെ അങ്ങോട്ട് പോയിട്ട് കാറിലേക്ക് കയറുവാണ്. കയറി അങ്ങോട്ട് നീങ്ങണ സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. റെയിൽപാളത്തിന്റെ അതിലൂടെ നടന്നു പോകുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, അത് സേതുവേട്ട ഇന്ദ്രൻ അല്ലേന്ന് ചോദിക്കണം. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. അത് ഇന്ദ്രൻ തന്നെയാന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രനാണെങ്കിലോ ആ ട്രെയിൻ വരുന്ന പാളത്തെ കൂടെ നടക്കുന്ന ഒന്നും കാണുന്നു കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഇന്ദ്രന്. പെട്ടെന്ന് പല്ലവരും സേതുവേട്ട അവനെ എങ്ങനെയും രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, ഇതിലൂടെയും പോയി തൊലയട്ടെ എന്ന് പറഞ്ഞു. സേതുവേട്ട അങ്ങനെ പറയരുത്, ഋതുവിന്റെ വയറ്റിൽ ഇപ്പോഴും അവന്റെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ അവന് ഒരു തവണയും കൂടെ നന്നാവാനായിട്ടൊരു അവസരം കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സേതു ഒന്നും നോക്കിയില്ല. സേതു പെട്ടെന്ന് വണ്ടി നിർത്തി ചാടി ഇറങ്ങി സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഓടിച്ചെന്ന് ഇന്ദ്രനെ പിടിച്ച് വലിച്ചു മാറ്റി ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ട്രെയിൻ വന്നത് ഒരുമിച്ചായിരുന്നു. ജസ്റ്റ് മിസ്സാ. എങ്ങാനും കുറച്ച് സമയം കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യത്തിനൊരു തീരുമാനമായേനെ ഇന്ദ്രന്റെ കാര്യത്തിന്. പിന്നെ ഇന്ദ്രനെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇന്ദ്രൻ കുതിർന്നുണ്ട് എന്നെ വിടാനൊക്കെ പറഞ്ഞിട്ട്. ആ സമയം സേതുവിന് നല്ല ദേഷ്യമായിരുന്നു. സേതു രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അടങ്ങി നിന്നോണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ ചോദിച്ചു, എന്നെ എന്തിനാ പിടിച്ചു മാറ്റിയത്? എന്നെ ആരും രക്ഷിക്കുമൊന്നും വേണ്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പുലമ്പുന്നുണ്ടായിരുന്നു. അഴിക്കും പല്ലവി പറഞ്ഞു, ബാസ് ചെയ്തു കേട്ടാ, നമുക്ക് ഇവനെ വണ്ടി കയറ്റി കൊണ്ടാവെന്ന് പറഞ്ഞു. അല്ല പല്ലവി, എങ്ങോട്ട് കൊണ്ടുപോകും? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവിട്ടാലോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞ് പല്ലവി പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ കൊണ്ടുവിടാം. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി സമ്മതിച്ചില്ല. ഇവനെ ഇവിടെ കാണുക പോലും വേണ്ട. ഇവൻ കാരണം എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി ദേഷ്യപ്പെടുവാണ്. ഇവനെ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുവിട്ടോ, ഇവിടെ ഇവനെ എന്താണ് ഞാൻ കയറ്റി ഇനി പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞു. രാജലക്ഷ്മിക്ക് ദേഷ്യമായിരുന്നു. കാരണം ഇനി ഇവനിവിടെ ഉണ്ടെങ്കിൽ പാറുവിന് ജീവൻ അപകടത്തിലാവുക എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവനെ ഇനി ഇറക്കി വിട്ട ഈ വീട്ടിലേക്ക് ഞാൻ ഇവനെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി കഥവ് വലിച്ചടിച്ചു. കാര്യം പോലും തിരക്കാൻ കൂട്ടാക്കില്ല. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു രാജലക്ഷ്മിക്ക്.
പിന്നീട് പല്ലവി ചോദിച്ചു, എന്തേ സേതുവേട്ടാ ഇനി ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പൊന്നുമടത്തിലേക്ക് തന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകാൻ പറ്റുമല്ലോ. ഈ പരുവത്തിന് ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊരു ചിന്തയായിരുന്നു. ഒടുവില് രാത്രിയായി. അപ്പോഴേക്കും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇന്ദ്രൻ അങ്ങോട്ട് നേരെ പൊന്നുമടത്തിലേക്ക് വരുക. അപ്പൊ സേതുവിനെയും പല്ലവിയെയും കാണാത്തോണ്ട് അവിടെ അച്ചു ആണെങ്കിലും അവരൊക്കെ നല്ല ടെൻഷൻ തന്നെയാണ്. ഇത്ര സമയമായിട്ടും തിരികെ എത്തിയിട്ടില്ല. പെട്ടെന്ന് വരാമെന്നും പറഞ്ഞു പോയതാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ കാർ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴാ ശ്രീഹരിക്കും ഒക്കെ അവർക്ക് സമാധാനമായത്. ഈ സമയം ഋതു മാത്രം മുറിയിലായിരുന്നു. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സേതുവും പല്ലവി ഇറങ്ങി. പിന്നീട് അവര് ഇന്ദ്രനെയും കൂടെ പിടിച്ചിറക്കുവാണ്. ഇന്ദ്രനെ പിടിച്ചിറക്കിക്കൊണ്ട് വരുന്നുണ്ടപ്പോൾ ഒരു നിമിഷം ഈ പറയുന്ന പൂർണിമയൊക്കെ ഞെട്ടിപ്പോയി. പൂർണിമ വെച്ചു, എന്താ സേതു, എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ അത് എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, സേതുവേണ്ട എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇവൻ ചെയ്ത ക്രൂരതകളൊക്കെ മറന്നോ? വീണ്ടും ഇവനെ എന്തിനാ പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. പല്ലവി പറഞ്ഞു, അതല്ല മോളെ, പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. റെയിൽവേ പാളത്തിലേക്ക് നടന്നു പോയതും അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീഹരി പറഞ്ഞു, ഇവൻ മരിക്കേണ്ടവനാ, ഇവനെ അവിടെ ഇട്ടിട്ട് പോരാൻ മേലായിരുന്നോ? അച്ചു പറഞ്ഞു, അത് ശരിയാ, ഇവൻ മരിക്കുവാണെങ്കിൽ ഋതുവിന്റെ ജീവിതമെങ്കിലും നന്നാവൂന്ന് പറഞ്ഞു. പൂർണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് സേതു പറഞ്ഞു, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒന്നുമല്ലേലും ഋതുവിന്റെ ഭർത്താവല്ലേ, ഒരു ജീവനല്ലേ. ഇവന്റെ അസുഖം കാരണമായിരിക്കും ഇവനിങ്ങനെയൊക്കെ ആയത്. ഒരു വട്ടം കൂടെ നമുക്ക് ഇവനോട് ക്ഷമിക്കാം. ഇവന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇവനെ ഇറക്കി വിട്ടു. അത്ര നല്ല കയ്യിരിപ്പായിരുന്നല്ലോ ഇവന്റെ എന്നൊക്കെ അച്ചു പറയാണ്. ഇവനെ ആര് വീട്ടിൽ കയറ്റി താമസിപ്പിക്കും? ബോധമുള്ള ആരെങ്കിലും കയറ്റി താമസിപ്പിക്കുമോ? അല്ല, ഋതുവിന് ഇഷ്ടപ്പെടും അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഋതുവിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു പക്ഷേങ്കില് ഇവൻ ഇനി നന്നായാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. പൂർണ്ണിമ പറഞ്ഞു, പക്ഷേങ്കില് ഇവന്റെ സ്വഭാവം വെച്ച് പാമ്പിന് പാല് കൊടുക്കുന്ന പോലെ എപ്പോഴാ തിരിഞ്ഞു കൊത്തുന്ന പറയാൻ പറ്റില്ല സേതു. നിനക്ക് കിട്ടിയ അനുഭവമൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? എനിക്കറിയാമേ, എനിക്ക് എല്ലാ അനുഭവങ്ങളും അറിയാം. പക്ഷെ ഋതുവിന്റെ കാര്യം, നാളെ ഋതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരും ഇല്ലാതെ പോകത്തില്ലേ? അതുകൊണ്ട് മാത്രം ഒരവസരം കൂടെ കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. പൂർണ്ണിമയ്ക്ക് ശരിക്കും പല്ലവിയെ സേതുവിനോട് എന്തു പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും ക്രൂരത ചെയ്ത് അവരോടാണ്. എന്നിട്ടാണ് അവര് ഇത്ര, അതായത് ഇന്ദ്രൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രനെ കൂട്ടിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഒടുവില് പല്ലവി പറഞ്ഞു, സേതുവേട്ടാ ഇന്ദ്രൻ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ സമയം അച്ചു പറഞ്ഞു, അതിന് ഋതു സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. സമ്മതിക്കുമായിരിക്കും, സമ്മതിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇന്ദ്രനോട് സേതു പറഞ്ഞു, കയറിപ്പോടാ മുറിയിലേക്ക് എന്നൊക്കെ പറയണം. അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് ആടി ആടി നേരെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ഋതു മുറിയിലുണ്ടായിരുന്നു. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഋതു ഒന്നും ഞെട്ടിപ്പോയി. ഋതുവിന് കണ്ണുകളെ പോലെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊരു രീതി. പെട്ടെന്ന് ഋതു ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ഋതുവിന് ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ആയിപ്പോയി. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, അതെ, എന്നോട് ക്ഷമിക്കും ഋതു, എനിക്ക് വേറെ ആരുമില്ല, എല്ലാവരും എന്നെ ഇറക്കി വിട്ടു, നീ എങ്കിലും എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. നിന്റെ കൂടുതൽ അടോ അഭ്യാസമൊന്നും എന്നോട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അപ്പോഴേക്കും ഇന്ദ്രനാണെങ്കിൽ ആ ബെഡിലേക്ക് അങ്ങോട്ട് വീണു. ഋതുവിന് ഭ്രാന്തമായി പോയി. എഴുന്നേക്കടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ഇന്ദ്രനാണെങ്കിലോ നല്ല ഫിറ്റായിരുന്നു, എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ആ ഷീറ്റെ കൂട്ടി വലിച്ച് താഴേക്ക് ഇടാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കുമാണ് സേതുവും പല്ലവിയും അങ്ങോട്ടേക്ക് വരുന്നേ. പല്ലവി സേതു വന്നിട്ട് ഋതുവിനെ തടഞ്ഞു. എന്താ ഋതു, നീ എന്താ കാണിക്കണേന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ സേതുവേട്ടനും പല്ലവിയും കൂടെ അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെന്ന് ചോദിച്ചു. എന്ത്, അല്ല ഇവനെ ഇങ്ങോട്ടേക്ക് വന്നേ, ഇവനെ എത്രയും പെട്ടെന്ന് ഇവരെന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, ഋതു നീ ഒന്ന് നോക്ക്, ഒന്നും അല്ലെങ്കിൽ നിന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവന് ഒരിക്കലും ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ സേതുകൊണ്ട് ഇത്ര പെട്ടെന്ന് മറന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഒരു പക്ഷെ നിന്നെക്കാളും കൂടുതൽ ദ്രോഹം ചെയ്ത് എന്നോടാ. ഋതു പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് അവനെ പിടിച്ച് തല്ലുകയോ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സേതുവും പല്ലവും തടയുവാണ്. അതെ, അങ്ങനെയൊന്നും ചെയ്യില്ല ഋതു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന ഇന്ദ്രനാ. അവനെ എന്ത് ചെയ്താലും അവൻ എന്താ ചെയ്യുന്നത് എന്നാന്ന് പോലും അറിയില്ല. മദ്യത്തിന്റെ ലഹരിയില്ല. ഒരു പക്ഷേങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ അവനെ പറഞ്ഞു വിടാം, നീ ഇപ്പൊ എന്താണെങ്കിലും അവനോട് കിടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഋതുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഒടുവില് ഋതു ഭ്രാന്ത് ഇളകിയ പോലെ അവിടെ നിൽക്കുന്ന കണ്ടപ്പത്തേനും സേതു പറഞ്ഞു, അതെ, ഒരു തവണത്തേക്കും കൂടെ നീ അവനോടൊന്ന് ക്ഷമിക്കുക. ഒരു പക്ഷെ അവൻ നന്നായില്ലെങ്കിൽ ഇനി നീ അവനെ ഭർത്താവായിട്ട് കാണണ്ട, നിന്റെ സേതുവേണ്ണല്ലേ പറയണെന്ന് ചോദിച്ചുകൊണ്ട് സേതു ഋതുവിന്റെ മുന്നിൽ താണുകയാണ്, അപേക്ഷിക്കുകയാണ്. ഋതു ആകെപ്പാടെ പെട്ടുപോയി. ഒടുവിൽ പല്ലവി
ഋതുവിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് നീ വിഷമിക്കേണ്ട. നിന്റെ നാശത്തിന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുവോ? ഞാൻ സേതുവേട്ടന് ഇന്ന് വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിനക്ക് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ഈ ഒരു തവണത്തേക്കും കൂടെ അവനോട് ക്ഷമിക്കുക. ചിലപ്പോൾ അവന് മാറ്റം ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അവന്റെ കുഞ്ഞാ തന്റെ വയറ്റുള്ള അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോയതാ. ഇനി അടുത്ത ദിവസം ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും അവൻ കയറി വന്നിരിക്കുന്നത്. ഇവന്റെ മനസ്സിൽ എന്താന്ന് തനിക്കറിയാം. പല്ലവിയെ സ്വന്തമാക്കുക. അത് കറുത്ത ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ടായിരിക്കും വീണ്ടും ഇവന്റെ നാടകം. ഋതുവിന് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പല്ലവി സുഹിതയൊക്കെ ഋതുവിനെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനോട് പല്ലവി പറഞ്ഞു, ചിലപ്പോൾ അവന് മാറ്റം ഉണ്ടാകുമായിരിക്കും ഇല്ലെന്ന് ചോദിച്ചു. സേതു പറഞ്ഞു, ഒരു ഉറപ്പുമില്ല, നമുക്ക് നോക്കാന്ന് പറയണേ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനെ പറഞ്ഞു വിട്ടേക്കാം. ഇനിയിപ്പം നമ്മളായിട്ട് ഇനി റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഇന്ദ്രന് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഇന്ദ്രന്. കാരണം പാറു പറഞ്ഞ കുറച്ച് കാര്യങ്ങളും പാറുവിനെ വരെ കൊല്ലാൻ ശ്രമിച്ച, എന്നിട്ട് പോലും പാറു ഇന്ദ്രനോട് സ്നേഹം കാണിച്ചു. പക്ഷെ സ്വന്തം പെറ്റമ്മ തള്ളിക്കളഞ്ഞു. താൻ ചെയ്ത ക്രൂരതകളൊക്കെ എത്ര വലുതാന്ന് അപ്പോഴൊക്കെയാണ് ഇന്ദ്രൻ ചിന്തിക്കുന്നത് പോലും. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഇങ്ങനെ മയക്കമിട്ടുണ്ടെന്നു. അപ്പോഴാണ് താൻ പൊന്നുമടത്തിലാന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ശരിക്കും ബോധ്യമാവുന്നത്. ഇന്ദ്രൻ എഴുന്നേറ്റിരിക്കുമ്പോഴത്തേനും ഋതു അങ്ങോട്ടേക്ക് വന്നു. ഋതു വന്നിട്ട് കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. അതിനുശേഷമാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതു എന്ത് ചെയ്തു, ഇന്ദ്രനെ വിളിച്ചു. ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇന്ദ്രനെ വിളിച്ചോണ്ട് പോവാണ്. ഇന്ദ്രനെ വിളിച്ചോണ്ട് പോയി കുറെ ഉപദേശിക്കുന്നുണ്ട്. നിനക്ക് ഇതിപ്പോ ഒരു 2ാം ജന്മം വീണ്ടും കിട്ടിയിരിക്കുക. ഒരു പക്ഷേങ്കില് നീ ആ റെയിൽവേ ട്രാക്കിലൂടെ പോയ സമയത്ത് മരിക്കേണ്ടായിരുന്നു. ട്രെയിൻ തട്ടി കൃത്യസമയത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇനിയുള്ള ജീവിതമെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ഋതുവിന്റെ അവസ്ഥ നീ കണ്ടല്ലോ. ഇത്രയും കാലമായി ഇന്ന് വരെ നീ അവളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ദ്രന് കണ്ണു നിറഞ്ഞു പോയി. കാരണം ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവസാനം ഇവര് തന്നെ വേണ്ടി വന്നു തന്നെ രക്ഷിക്കാൻ എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ എന്തായാലും പതുക്കെ ഇന്ദ്രന്റെ ഒരു മാറ്റം വന്നു തുടങ്ങി. മുമ്പത്തെ പോലെ ഒന്നുമല്ല. ഋതു അത് ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് ഋതു ആകെപ്പാടെ വിഷമിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഋതുവിന്റെ അടുത്തേക്ക് വന്നു. മദ്യപിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, സ്വഭാവത്തോടെ തന്നെ വരുന്നേ. അങ്ങനെ ഋതുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഋതു സോറി ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഋതു ഇങ്ങനെ നോക്കി. സോറി എന്ന് പറഞ്ഞിട്ട് ഋതുവിന്റെ വയറ്റിലേക്ക് ഇങ്ങനെ കൈ വെക്കുവാണ്. ഋതു ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ഇന്ദ്രനെ നോക്കുക. ഇന്ന് വരെ അങ്ങനെയും ചെയ്തിട്ടില്ല. വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ചോ ഋതുവിനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ല. ഇന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ കുറെ ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക. ക്ഷമ ചോദിച്ചാലൊന്നും അതുകൊണ്ട് തീരുന്നല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് അങ്ങനെയായിപ്പോയി. എൻ്റെ ചെറുപ്പകാലത്തെ ജീവിതം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ പെറ്റമ്മയ്ക്ക് പോലും എന്നെ വേണ്ടാത്തൊരവസ്ഥയാണ്. പക്ഷെ ഞാൻ ദ്രോഹിച്ചവരോ എന്നോടൊപ്പം ഈ സമയത്ത് നിന്നിട്ടുള്ളൂ. ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. നിന്നോടും നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനോടും ഞാൻ ചെയ്ത ദ്രോഹം എത്ര വലുതാണ്. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും ആ പഴയ സ്വഭാവത്തിലേക്ക് പോകത്തില്ല. അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഋതു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോയിട്ട് ഒരുങ്ങുമായിരുന്നു. പിറ്റേ ദിവസമാണ് പോകേണ്ട ദിവസം. അവർ വിളിച്ചേക്കുന്നത് പിറ്റേ ദിവസം ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു തീയതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവര്. ഋതു ആകെപ്പാടെ കൺഫ്യൂഷനിലായി. എന്ത് ചെയ്യണമെന്ന് ഋതുവിന് അറിയില്ല. ഇന്ദ്രന് സ്നേഹം ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായി. എന്താണെങ്കിലും സേതു ഇന്ദ്രനെ മാറ്റിയെടുത്തു. കാരണം സേതു രാവിലെ വോക്കിങ്ങിന് പോണ സമയത്ത് ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് സേതു പോവാണ്. പിന്നീട് ഇന്ദ്രനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇന്ദ്രന്റെ മനസ്സൊക്കെ, കാരണം ഇന്ദ്രന് മാറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും നാളും അവൻ എന്ത് ചെയ്താലും അതിനൊന്നും കുറ്റപ്പെടുത്താതെ രാജലക്ഷ്മി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൻ ചെയ്യുന്ന ഏത് ക്രൂരതയ്ക്കും കൂട്ടു നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെയായി തീർന്നത്. പക്ഷെ ഇപ്പം സേതുവിന്റെ ഉപദേശവും കാര്യങ്ങളും അവരുടെ സ്നേഹവും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് മാറാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ദ്രൻ മാറുവാണ്. ഒരു പുതിയ ജീവിതം, ഒരു 2ാം ജന്മം ഇന്ദ്രന് ഉണ്ടാവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ഒന്നെങ്കിൽ ഇന്ദ്രന് നല്ല മാറ്റം ഉണ്ടാവണം എന്നുള്ളത്. ഇനിയിപ്പോ ഋതുവിനെ അവൻ പൊന്നുപോലെ നോക്കുക തന്നെ ചെയ്യും. അപ്പൊ ഋതു ഇനിയിപ്പോ കുഞ്ഞിനെ കളയണം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കും. കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.